പിന്നീട് കുറേ സമയം ആലോചിച്ച് അവസാനം ടീച്ചറോടെല്ലാം തുറന്നു പറയാമെന്ന തീരുമാനത്തിൽ തന്നെ അവളെത്തി. അതുതന്നെയാണ് നല്ലതെന്ന് അവൾക്കും അറിയാമായിരുന്നു. ഒരു ഇന്റർവെൽ സമയത്ത് രേണുക ടീച്ചറോട് അവൾ മനസ്സ് തുറന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അത്ഭുതപൂർവ്വം ടീച്ചർ മാളുവിനെ നോക്കുന്നുണ്ടായിരുന്നു. എന്താടോ, താൻ ഇത്ര കാലവും ഈ വിവരം പറയാതിരുന്നത്? ഞാൻ തനിക്ക് ആരുമല്ലായിരുന്നു അല്ലേ? ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറയാറുണ്ട്. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. തൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ വിശേഷങ്ങൾ ഞാൻ തിരക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും തനിക്ക് തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്നോട് പറയാമായിരുന്നില്ലേ? അത് ചോദിക്കുമ്പോൾ ഒരു കുറ്റബോധത്തോടെ അവൾ മുഖം താഴ്ത്തുന്നുണ്ടായിരുന്നു. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവർ കൂടുതലൊന്നും ചോദിച്ചില്ല. തേനിയിലാണ്, വൈദ്യന്മാരുടെ ഒരു കുടിലാണ്. അവിടെ ചെന്ന് ചില പ്രത്യേക തരത്തിലുള്ള ചികിത്സാവിധികൾ കൊണ്ടാണ് അവർ അസുഖത്തെ പാടെ നമ്മളിൽ നിന്നും മാറ്റിക്കളയുന്നത്. ഓരോരുത്തർക്കും ഓരോ ചികിത്സാ രീതിയാണ്. ഈ അവസ്ഥയുണ്ടാകാൻ ഇടയായ കാരണങ്ങൾ അറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ രീതിയിലുള്ള ചികിത്സ ഫലം കാണുകയുള്ളൂ. അതിനവിടെ ചെന്ന് സംസാരിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വിളിച്ച് അമ്മയോട് ചോദിച്ചതിന് ശേഷം അവിടുത്തെ അഡ്രസ്സ് പറഞ്ഞു തരാം. ഫലം കാണുമെന്ന് ഉറപ്പാണോ ചേച്ചി? അങ്ങനെ നമ്മൾ എങ്ങനെയാ മാളവിക ഒരു കാര്യത്തിൽ ഉറപ്പ് പറയുന്നത്? എല്ലാത്തിലും നമ്മുടെ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവണം. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. പക്ഷേ ആ വൈദ്യൻ്റെ അടുത്ത് എത്തിയവരാരും ഇതുവരെ നിരാശരായി മടങ്ങിയിട്ടില്ല. ക്യാൻസർ വരെ അദ്ദേഹം ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, കുട്ടികൾ ഉണ്ടാകാത്തവർ, അങ്ങനെ നിരവധി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരവിടെ വന്നിട്ടുണ്ട്. അത് വലിയ ആശുപത്രിയൊന്നുമല്ല, ചെറിയൊരു കുടിലാണ്. ഞാൻ അപ്പുവേട്ടനുമായി ഇന്ന് സംസാരിച്ചതിന് ശേഷം ചേച്ചിയോട് പറയാം. സംസാരിക്ക്. ഞാൻ അമ്മയോട് പറഞ്ഞ് അഡ്രസ്സ് മേടിച്ചു തരാം. പിന്നെ ചേച്ചി, നീ പേടിക്കണ്ട. ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ കൂടി എൻ്റെ അനിയൻ കടന്നു പോയതാണ്. അവൻ്റെ ബുദ്ധിമുട്ടും നാട്ടുകാർ പറയുന്നതും ഒക്കെ എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയും അവരുടെ വീട്ടുകാരുടെ വേദനയും ഒക്കെ മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ പൂർണ്ണമായി നിനക്ക് വിശ്വസിക്കാം. ചേച്ചി അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സമാധാനത്തിന് അതിരില്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അന്ന് വൈകുന്നേരം എന്തോ ഒരു തിരക്കുള്ളതുകൊണ്ട് അല്പം താമസിച്ചേ വരികയുള്ളൂ എന്ന് അപ്പൂട്ടൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പൂട്ടൻ വരുന്നത് വരെ കാത്തിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഉദ്യമമായിരുന്നു. കാരണം ഇത്രയും സമാധാനമുള്ളൊരു വാർത്ത അറിഞ്ഞപ്പോൾ അത് അപ്പൂട്ടനോട് പങ്കുവയ്ക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേദന തന്നെയായിരുന്നു. കുറേ സമയം കാത്തിരുന്നതിന് ശേഷമാണ് അപ്പൂട്ടൻ വന്നത്. അപ്പൂട്ടൻ വന്നതും എന്നെ നോക്കി ഹൃദ്യമായി ഒന്ന് ചിരിച്ചു. മുഖത്ത് നല്ല ക്ഷീണമുണ്ടെന്ന് ആ ഭാവം വിളിച്ചോതുന്നുണ്ട്. എങ്കിലും ഈ വിവരം പറയാതെ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. വന്നതും പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയി ഒരു ചായ ഇട്ട് ഞാൻ മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും ആൾ കുളിക്കാൻ കയറിയിരുന്നു. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ മുറിയുടെ വാതിൽ കുറ്റിയിട്ടതിന് ശേഷം ചായ കയ്യിലേക്ക് കൊടുത്തു. എന്താടോ, ഇന്ന് മുഖത്തൊരു തെളിച്ചുണ്ടല്ലോ? സമാധാനത്തോടെ അപ്പൂട്ടൻ ചായ കുടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ? എന്താടോ, എന്തിനെങ്ങനെ ഒരു മുഖവര? എൻ്റെ സ്കൂളിൽ ഒരു ടീച്ചറുണ്ട്, രേണുക എന്ന പേര്. എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊരു സുഹൃത്താണ്. പക്ഷേ ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ അങ്ങനെ ഒരു മുൻകരുതലെടുത്തു. കാരണം ഞാൻ അപ്പൂട്ടനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു എന്നൊരു വേദന വേണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ആദ്യമേ പറഞ്ഞത്. താൻ കാര്യം പറ. ടീച്ചർക്കൊരു ആനിയനുണ്ട്. അയാളും അപ്പൂട്ടൻ്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയ ആളാണ്. ടീച്ചറുടെ അച്ഛൻ കുട്ടിക്കാലത്തെ മരിച്ചു പോയിരുന്നു. അതിൻ്റെ ഒരു ഷോക്കിൽ ആൾക്ക് മനസ്സ് കൈവിട്ടു പോയിരുന്നു. പെട്ടെന്ന് ചായ കൂടി നിർത്തി അപ്പൂട്ടൻ മുഖത്തേക്ക് തന്നെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വിവാഹമാണ്. ഭയങ്കര ഉപദ്രവമൊക്കെ ആയിരുന്നു. പുറത്തേക്ക് പോകാൻ പോലും പേടിയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ മാറിയെന്ന് പറയുമ്പോൾ അപ്പൂട്ടന് അതിന് മാത്രം പ്രശ്നമൊന്നുമില്ലല്ലോ. ചില ശബ്ദങ്ങളോടുള്ള ഭയം മാത്രമല്ലേ ഉള്ളൂ. തേനിയിലുള്ളൊരു വൈദ്യരാണ് ഭേദമാക്കിയത്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ടീച്ചർ നീ യാദൃശികമായി കുറേ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഇത് കേട്ടപ്പം മുതൽ എൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല മാളു. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ പോയിട്ടുള്ള ഏതെങ്കിലും സ്ഥലമായിരിക്കും. തേനിയൊക്കെ ഞങ്ങൾ പോയിട്ടുള്ളതാണ് ഒരുപാട് വട്ടം. ഇതങ്ങനെ ഒരു ഹോസ്പിറ്റലൊന്നും അല്ല അപ്പോട്ടാ. ഒരു വൈദ്യനാണ്. അയാളൊരു ക്ലിനിക്ക് നടത്തുമൊന്നും അല്ല. ചെറിയൊരു കുടിലാണ്. അവിടെയാണ് ചികിത്സയും രീതികളും ഒക്കെ.
നമുക്കൊന്ന് പോകുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ അപ്പോട്ടാ. പോയിട്ട് ഒരു ഗുണവും ഉണ്ടായില്ലെങ്കിൽ വേണ്ട. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണമാണ് ഉണ്ടാകുന്നതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ മറ്റൊരു ഗതിയിലേക്ക് ഒഴുകി തുടങ്ങില്ലേ? നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം നമുക്ക് മുൻപിൽ നീണ്ടു നിവർന്ന് കിടക്കല്ലേ? അങ്ങനെയാണെങ്കിൽ അതല്ലേ നല്ലത്? തനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് പോവാം. അപ്പൂട്ടൻ്റെ മറുപടി കേട്ടപ്പോൾ മാളവികയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നിയിരുന്നു. ആ നിമിഷം അവൾ ഓർക്കുകയായിരുന്നു, ആത്മാർത്ഥമായി അവൻ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിലേക്ക് തിരികെ വരാനെന്ന്. അവൻ്റെ ആ ഒരു വിശ്വാസം മാത്രം മതി ജീവിതത്തിലേക്കുള്ളൊരു തിരിച്ചുവരവിന്. അവൾക്ക് വലിയ സമാധാനം തോന്നി. പെട്ടെന്ന് തന്നെ അവൾ ഫോണെടുത്ത് രേണുകയുടെ നമ്പറിൽ വിളിച്ചു. അവൾ അഡ്രസ്സ് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അഡ്രസ്സ് അവൾ അവന് കാണിച്ചു കൊടുത്തു. അവൻ്റെ മുഖത്ത് പ്രത്യേക ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ താൻ എത്ര കണ്ടതാണെന്ന രീതിയിലായിരുന്നു. പ്രതീക്ഷകൾ അസ്തമിച്ചൊരു മനസ്സാണ് അവൻ്റേതെന്ന് മാളവികയ്ക്ക് മനസ്സിലായിരുന്നു. ഇപ്പോൾ താനെന്ന പ്രതീക്ഷയിലാണ് അവൻ തിരുവട്ടം നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ യാത്ര തൻ്റെ ജീവിതത്തെ പാടെ മറിക്കും. എങ്ങനെ നോക്കിയാലും ഇനിയൊരു പക്ഷേ ഈ യാത്ര കൊണ്ട് ഗുണമുണ്ടായില്ലെങ്കിൽ അപ്പോട്ടൻ മറ്റൊരു യാത്രയ്ക്ക് നിന്നു തരുമെന്ന് പോലും തോന്നുന്നില്ല. അത്രമേൽ പ്രതീക്ഷകൾ കെട്ടൊരു മനസ്സാണത്. ചിലപ്പോൾ ഇപ്പോൾ തന്നോട് കാണിക്കുന്ന സ്നേഹം പോലും നഷ്ടമായേക്കാം. തന്നെ ഒരിക്കൽ കൂടി ജീവിതത്തിൽ നിന്നും അകറ്റാൻ മാത്രമേ ഈ യാത്ര ഉപകാരപ്പെടുകയുള്ളൂ. അതല്ല, മറിച്ച് താൻ വിശ്വസിക്കുന്നത് പോലെ ഒരു നല്ല ജീവിതമാണ് തനിക്ക് ലഭിക്കാൻ പോകുന്നതെങ്കിൽ ഈശ്വരന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്നവൾ അവളായിരിക്കും. പിറ്റേന്ന് തന്നെ മാളവികയാണ് എല്ലാവരോടും വിവരങ്ങൾ പറഞ്ഞത്. ഉണ്ണിക്കും രവിക്കും സുമിത്രയ്ക്കും മധുവിനും ഒക്കെ സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് അപ്പു സമ്മതിച്ചു എന്ന് കേട്ടപ്പോൾ അവരുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയ സമാധാനമായിരുന്നു നിറഞ്ഞിരുന്നത്. വീട്ടിൽ വിളിച്ച അച്ഛനും അമ്മയോടും അവൾ ആ യാത്രയെപ്പറ്റി പറഞ്ഞിരുന്നു. അവരും സന്തോഷത്തിലായിരുന്നു. ഒപ്പം പ്രാർത്ഥനയോട് തന്നെയായിരുന്നു കാത്തിരുന്നത്. പിന്നെ അധികം വൈകാതെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. മാളവികയുടെ സന്തോഷത്തിന് വേണ്ടി വെറുതെ നിന്നു കൊടുക്കുകയായിരുന്നു സത്യത്തിൽ അപ്പു ചെയ്തിരുന്നത്. അല്ലാതെ ആ യാത്രയിലൂടെ ഒരു ഗുണവും അവൻ കണ്ടിരുന്നില്ല എന്നതാണ് സത്യം. രണ്ടുപേരും ആവശ്യത്തിനുള്ള ലീവും മറ്റും എടുത്ത് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു. യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ പതിവിലും ഉത്സാഹത്തിലായിരുന്നു മാളവിക എന്ന് അപ്പുവിന് തോന്നിയിരുന്നു. എല്ലാം എടുത്തു വയ്ക്കുവാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം അവൾക്കൊരു പ്രത്യേക ഉണർവുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടുവെന്ന് അവൾ പ്രതീക്ഷിക്കുന്ന ജീവിതം തിരികെ ലഭിക്കുമെന്ന സന്തോഷത്തിലാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായാണ് സംഭവിക്കുന്നത് എങ്കിൽ അവൾ അതെങ്ങനെ താങ്ങുമെന്ന ഭയമായിരുന്നു അപ്പുവിൻ്റെ മനസ്സിൽ നിറയെ. ഈ യാത്ര തനിക്ക് സമ്മാനിക്കാൻ പോകുന്നത് നല്ല ഓർമ്മകൾ മാത്രമായിരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമായിരുന്നു മാളവികയ്ക്ക്. അവരെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഉണ്ണിയും രവിയും അവരോടൊപ്പം പോയിരുന്നു തേനിയിലേക്ക്. യാത്രയിൽ ഉടനീളം അപ്പുവിൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു. കോതമംഗലത്ത് നിന്നും നേര്യമംഗലം അടിമാലി വെള്ളത്തൂവൽ ബോഡി നായ്ക്കന്നൂർ എത്തിയപ്പോൾ ഉണ്ണി പുറത്തേക്കിറങ്ങി അഡ്രസ്സ് ചോദിച്ചു. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ അപ്പു ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. ഒരുപാടുണ്ടോ ദൂരം ഏട്ടാ? അപ്പു ചോദിച്ചു. ഇല്ലടാ, അടുത്ത മേഘമല. മേഘമല. അവൻ ആ പേരുരുവിട്ടു. ശേഷം തോളിൽ ചേർന്നുറങ്ങുന്നവളെ ഒന്ന് നോക്കി. അങ്ങോട്ടുള്ള കാഴ്ച കണ്ണിന് മിഴിവേകുന്നതായിരുന്നു. പച്ചയുടെ വിവിധ രൂപങ്ങളിൽ കയറിയിറങ്ങി കിടക്കുന്ന കുന്നുകളും അവയ്ക്കിടയിലെ തേയിലത്തോട്ടങ്ങളും കാടുകളും ഒക്കെ ചേരുന്ന മേഘമല. ചെരിഞ്ഞ സ്ഥലത്ത് അടുക്കടുക്കായി വെച്ചിരിക്കുന്ന പോലെ തോന്നിക്കുന്ന തേയിലത്തോട്ടങ്ങൾ ഒരു പ്രത്യേക ഭംഗി നൽകിയിരുന്നു. എപ്പോഴും വീശുന്ന തണുത്ത കാറ്റും മേഘങ്ങളുടെ സാന്നിധ്യവുമാണ് അവിടുത്തെ ആകർഷണമെന്ന് തോന്നും. 18 വളവുകളുള്ള ചുരം കയറി എത്തുന്ന മേഘമലയുടെ അടുത്തുള്ളൊരു സ്ഥലത്ത് വണ്ടി നിന്നു. അവൻ പേര് വായിച്ചു. ചിന്നമണ്ണൂർ. ചിന്നമണ്ണൂർ ചെന്നിറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കടയിൽ അഡ്രസ്സ് ചോദിച്ചപ്പോൾ അല്പം കയറി അങ്ങോട്ട് പോകുന്ന ഒരു നാട്ടുവഴിയിലാണ് ഈ പറഞ്ഞ സ്ഥലമെന്നറിഞ്ഞിരുന്നു. അയാൾ പറഞ്ഞ അഡ്രസ്സിൽ ചെന്ന് അവിടേക്ക് നടക്കുമ്പോൾ തന്നെ കാണാമായിരുന്നു ഒരു കുഞ്ഞു കുടിൽ. അതിനരികിലായി മുള കൊണ്ട് കെട്ടിയ രീതിയിൽ തന്നെ മറ്റു ചില കുടിലുകൾ കൂടിയുണ്ടായിരുന്നു. കുടിലിനരികിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് കാര്യം പറഞ്ഞു. സ്വാമിയെ കാണാനാണെന്ന് പറഞ്ഞപ്പോഴേക്കും മലയാളവും തമിഴും കലർന്ന ഭാഷയിൽ അയാൾ അവിടെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. അകത്തേക്ക് പോയപ്പോൾ എല്ലാം മാളുവിൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്ന ആത്മവിശ്വാസമായിരുന്നു അപ്പുവിനെ ഭയപ്പെടുത്തിയത്. ഒരുപക്ഷെ ഇത്രത്തോളം ഇവൾ വിശ്വസിച്ചിട്ട് ഫലമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അതവളെ തകർത്ത് കളയുമെന്ന് അവന് തോന്നിയിരുന്നു. കുറച്ച് സമയങ്ങൾ വെള്ളിനൂലിഴകൾ കൊണ്ട് ആവൃതമായ താടിയോടുകൂടി ഒരാൾ പുറത്തേക്കിറങ്ങി വന്നിരുന്നു. ഒരു കാവിമുണ്ടും അതിന് ചേർന്ന നിറത്തിൽ ശരീരത്തെ മറച്ചുകൊണ്ടുള്ള ഒരു നേരിയതുമായിരുന്നു അയാളുടെ വേഷം.
അയാളായിരിക്കും സ്വാമി എന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു. രവിയും ഉണ്ണിയുമാണ് ആദ്യം എഴുന്നേറ്റത്. നാങ്ക തൃശൂർക്ക് വരരുതേ. അറിയാവുന്ന തമിഴ് ഭാഷയിൽ ഉണ്ണി പറഞ്ഞപ്പോൾ അയാളുടെ പ്രൗഢമായ മുഖത്തൊരു ചിരി വിടർന്നു. ശേഷം ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സൗമ്യമായി അയാൾ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞാൽ മതി. എനിക്ക് മലയാളം അറിയാം. തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. കാര്യം പറഞ്ഞില്ല. എൻ്റെ അനുജന് വേണ്ടി വന്നതാണ്. അപ്പോൾ തന്നെ അയാൾ അപ്പുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിരുന്നു. ശേഷം അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ അയാളെ നോക്കി തിരിച്ചും പുഞ്ചിരിച്ചു. അകത്തേക്ക് കയറി വരൂ. ക്ഷണിച്ചപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറിയിരുന്നു. എല്ലാ വിവരങ്ങളും വിശദമായി പറഞ്ഞത് ഉണ്ണി തന്നെയായിരുന്നു. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അപ്പു കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതുപോലെ മുഖം തിരിക്കുന്നത് സ്വാമിജി ശ്രദ്ധിച്ചു. ആ സമയമെല്ലാം മാളവികയുടെ മുഖത്തെ പ്രത്യാശയും ആത്മവിശ്വാസവും ഒക്കെ സ്വാമി കണ്ടിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ഹൃദ്യമായി പുഞ്ചിരിക്കാനും അയാൾ മറന്നിരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇവിടെ കഴിയാം. പച്ചമരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയൊന്നുമല്ല ഇവിടെ നടത്തുന്നത്. ഒരു മരുന്നും ഞാൻ കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. മനസ്സിനെ മനസ്സിലാക്കി എങ്ങനെയൊക്കെ തടയാമെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു മരുന്നുമില്ല. നമ്മുടെ കൈകളിൽ മാത്രമാണ് ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കാനുള്ള താക്കോലുള്ളത്. തനിക്ക് വിശ്വാസമുണ്ടോ? അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി സ്വാമിജി അത് ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൻ. ഇല്ല, സത്യം പറഞ്ഞാൽ പൂർണ്ണമായും എനിക്ക് വിശ്വാസമില്ല. അങ്ങനെയല്ല, തനിക്ക് വേണം ആദ്യം വിശ്വാസം. തനിക്ക് വിശ്വാസമായാൽ മാത്രമേ നമുക്കൊരു ചികിത്സ ആരംഭിക്കാൻ പറ്റുകയുള്ളൂ. ചികിത്സയല്ല, ജീവിതത്തിലേക്കുള്ളൊരു തിരിഞ്ഞുനോട്ടം. സ്വാമിജിയിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ല. ഇതിനിടയിൽ ചെയ്യാത്ത ചികിത്സകളൊന്നുമില്ല. പിന്നെ കേട്ടപ്പോൾ ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതി. ആ ചിന്തയാണ് ആദ്യം മാറേണ്ടത്. ആദ്യം താൻ തന്നെ മനസ്സിന് ഒരു വിശ്വാസം കൊടുക്കണം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ മനസ്സ് പുതിയൊരവസ്ഥയിലായിരിക്കുമെന്ന്, തനിക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയുമെന്ന്. ആ ഒരു വിശ്വാസം മനസ്സിന് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്കിവിടെ താമസിക്കാം. ബാക്കിയുള്ളവർക്ക് മടങ്ങിപ്പോവാം. എന്താണ് തീരുമാനം? സ്വാമിജി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൻ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതിരുന്നു. ശേഷം സ്വാമിജിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു വിശ്വാസം തോന്നുന്നുണ്ട്. എങ്കിൽ ഏട്ടനും അച്ഛനും പൊയ്ക്കുള്ളൂ. ഇയാളും ഇയാളുടെ ഭാര്യയും ഇവിടെ താമസിക്കട്ടെ. ഇവിടെ? ഉണ്ണി മനസ്സിലാവാതെ ആ കുടിൽ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിനോട് ചേർന്ന് വേറെ കുറച്ച് കുടിലുകൾ കണ്ടില്ലേ? ഇങ്ങനെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ളതാണ്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഒരു കട്ടിലും കുളിമുറിയും ഉണ്ടാകും. ഈ പരിമിതികളിലൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.